ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നടാശ. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അവളുടെ പേര് രാധിക. അവളെ ഞാൻ എൻ്റെ കൂടെ നിർബന്ധിച്ച് കളിപ്പിച്ചു. പലതും അവളെ കൊണ്ട് ഞാൻ ചെയ്യും. എൻ്റെ സഹോദരനും രാധികയും നല്ല സ്നേഹത്തിലാണ്. വീട്ടുകാർ എല്ലാവരും കൂടി അവരുടെ കല്യാണം ഉറപ്പിച്ചു. ജാതകം നോക്കുന്ന സമയത്താണ് ജ്യോത്സ്യൻ പറഞ്ഞത് ഈ കല്യാണം നടന്നാൽ അധിക നാൾ മുമ്പോട്ട് പോവില്ല എന്ന്. അത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവില്ലെന്ന് അച്ഛൻ ചോദിച്ചു. ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഞാനും ആ സമയത്ത് അതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു. കല്യാണച്ചക്കനും പെണ്ണും മാലയിടുന്നതിന് മുമ്പ് പെണ്ണും കല്യാണച്ചക്കൻ്റെ സഹോദരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടണം. അതിനുശേഷം കല്യാണം നടന്ന ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കേട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതെല്ലാം വിശ്വാസമാണ്. അവർ സമ്മതിച്ചു. ഞാൻ ചെന്ന് പെണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി. അതുവരെ എൻ്റെ മനസ്സിൽ തോന്നാതിരുന്നൊരു ഫീലിങ്സ് എനിക്കുണ്ടായി. ഞാൻ ഓക്കെ പറഞ്ഞു. അത് കേട്ട് എൻ്റെ ബ്രദറിന് വലിയ സന്തോഷമായി. എല്ലാവരും നല്ല ഹാപ്പിയായി മധുരമൊക്കെ എടുത്ത് കഴിച്ചു. ആ സമയത്ത് ഞാൻ പതിയെ പെണ്ണിൻ്റെ ഫോട്ടോയും എടുത്ത് അവിടെ നിന്നും മാറി നിന്ന് ഫോട്ടോ നോക്കി. എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് അവളോട് തോന്നി. ഫോട്ടോ ഒളിപ്പിച്ചിട്ട് ബ്രദറിനെ വിളിച്ച്, ഞാൻ കാരണമാണ് നിന്റെ കല്യാണം നടക്കുന്നത്. എനിക്ക് എന്ത് ഗിഫ്റ്റാണ് നീ തരിക? എന്താ വേണ്ടതെന്ന് അവൻ ചോദിച്ചു. എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഞാൻ എടുക്കുമെന്ന് അവനോട് പറഞ്ഞു. കല്യാണ പെണ്ണിൻ്റെ കൂടെ നാളെ ഷോപ്പിങ്ങിന് പോകാൻ അവൻ പറഞ്ഞു. ഞാൻ നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുക. അന്ന് രാത്രി അവളുടെ ഫോട്ടോ നോക്കി ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് അവളുടെ പുറകെയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നതാശയുടെ വീട്ടിൽ ചെന്നു. അവൾ ശരിക്കും ഒരു ദേവതയെ പോലെയായിരുന്നു. അവൾ എന്നെയും കൂട്ടി വീടിനുള്ളിൽ കയറി. ഞങ്ങളങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ അവൾക്ക് റോസാപ്പൂ കൊടുത്തു. അവൾക്ക് റോസ് കിട്ടിയപ്പോൾ ഒരു അതിശയം. ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നു വിട്ടതാണ്. പിന്നെ ഞാൻ അവളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി. കടയിൽ ചെന്ന് ഓരോ ഡ്രസ്സ് എടുത്ത് അവൾക്ക് ചേരുമോ നോക്കി. ഡ്രസ്സ് ചേരുമോ നോക്കുന്നതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അവസരം മുതലെടുത്തു. ചെറുതായിട്ട് ഒന്ന് കൊഞ്ചിച്ചു. ഒരു സഹോദരിയുടെ സ്നേഹം പോലെയെന്ന് കരുതി. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാനൊരു ഐഡിയ പ്രയോഗിച്ചു. വെയിറ്റർ ജ്യൂസുമായി വന്നപ്പോൾ പതിയെ കൈകൊണ്ട് തട്ടി. അത് അവളുടെ ഡ്രസ്സിലൊക്കെ വീണു. ഒന്നും അറിയാത്ത പോലെ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് മേത്ത് വീണ ജ്യൂസെല്ലാം തുടച്ചു കളഞ്ഞു. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു സഹോദരി എങ്ങനെയാണോ അവൾ എന്നെ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നത് ഞാൻ പോലും അറിഞ്ഞില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ വെച്ച് ഞാൻ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യവും ഞാൻ സമ്മതിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കല്യാണം നടക്കുന്നതെന്നും അതിന് പകരമായി നീ എനിക്ക് എന്താ തരിക എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ കല്യാണമായി. ഞങ്ങൾ പരസ്പരം മാലയിട്ടു. ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ പോലുള്ള ഫീലായിരുന്നു എനിക്കും. അതിനുശേഷം മാലയുരിഞ്ഞാൻ ചേട്ടന് കൊടുത്തപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മുഖം മാറി. ചേട്ടൻ്റെയും രാധികയുടെയും കല്യാണം കഴിഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയിൽ ഞാനും രാധികയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ വന്നത്. ഇന്ന് എന്തായാലും ചേട്ടൻ്റെ പരിപാടി നടക്കില്ല, 2 ദിവസം കഴിഞ്ഞ് നടക്കൂ, അന്നാണ് മുഹൂർത്തം. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ചേട്ടാ, വെറുതെ നിന്നിട്ട് കാര്യമില്ല, 2 ദിവസം കഴിഞ്ഞല്ലേ പരിപാടികളൊക്കെ നടക്കൂ. അതുകൊണ്ട് ചേട്ടൻ എന്തായാലും ഇപ്പോൾ ചെല്ല്, ഞാൻ ഇന്ന് ഇവൾക്ക് കൂട്ടിരുന്നോളാം. അങ്ങനെ ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടു. അതിനുശേഷം എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ തോന്നി. അവൾ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് നിർബന്ധിച്ച് അവളെ കൊണ്ട് എല്ലാം ചെയ്യിക്കേണ്ടി വന്നു. 2 ദിവസം അങ്ങനെ കടന്നുപോയി. ഇനി ചേട്ടൻ്റെ സമയമാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ ഗിഫ്റ്റ് എവിടെ? ചേട്ടൻ പറഞ്ഞു, എന്താ വേണ്ടത്? എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ ഗിഫ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി ചേട്ടൻ ചെല്ല്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചേട്ടന് മനസ്സിലായില്ല. പിറ്റേ ദിവസം രാധിക കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ പുറകിൽ ചെന്ന് തൊട്ടപ്പോൾ ഈ അടുക്കളയിൽ വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവളുടെ മുഖം മാറി. ചേച്ചി എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും കേട്ടോ, നീ ഒന്നും പറയണം. എനിക്ക് എന്തും ചെയ്തു തരാമെന്ന് പറഞ്ഞതല്ലേ, ആ വാക്ക് നീ പാലിച്ചില്ലെങ്കിൽ. അപ്പോഴേക്കും ബ്രദർ വന്നു. ഞങ്ങൾ സംസാരം മാറ്റി കളിച്ചും ചിരിച്ചും നിന്നു. ഇന്ന് ചേട്ടൻ ബിസിനസ് ആവശ്യത്തിന് പോവുമല്ലേ? പോയിട്ട് നാളെ വരുവുള്ളൂ. ഞാൻ എൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ വരുന്നുണ്ട്, നീ റെഡി ആയിട്ടിരിക്കും. അന്ന് രാത്രി ചേട്ടൻ പോയി. ചേട്ടൻ പോയത് കണ്ട് ഞാൻ രാധികയുടെ റൂമിൽ ചെന്നു. ഞങ്ങൾ പരിപാടികൾ തുടങ്ങി. അപ്പോഴേക്കും അതിനിടയ്ക്ക് ചേട്ടൻ കയറി വന്നു. ചേട്ടൻ എന്തോ എടുക്കാൻ മറന്നു എന്ന് എന്നെ ചേട്ടൻ കൈയോടെ പിടിച്ചു. ഞാൻ എത്ര പറഞ്ഞിട്ടും ചേട്ടൻ സമ്മതിച്ചില്ല. പോലീസിനെ വിളിക്കും എന്നെല്ലാം പറഞ്ഞു. രാധിക പറഞ്ഞു, പുറത്ത് എല്ലാവരും അറിഞ്ഞ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേട്. ഞാൻ എല്ലാവരോടും ഒരുപാട് ക്ഷമ ചോദിച്ചു. അവർ പോലീസിനെ വിളിച്ചില്ല, എന്നെ ഒറ്റയ്ക്കാക്കി അവർ പോയി.